എവരി വൺ. PSC ലേണിംഗ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് PSC ബുള്ളറ്റിലെ ആനുകാലിക വിഷയങ്ങൾ നോക്കാം. അപ്പം ഡിസംബർ 15 PSC ബുള്ളറ്റിനിൽ വന്ന ആനുകാലിക വിഷയങ്ങളെക്കുറിച്ച് ഇന്ന് നമുക്ക് നോക്കാം. അപ്പം ആദ്യത്തെ ആനുകാലികം സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ JC ഡാനിയൽ പുരസ്കാരം സംവിധായകൻ ഷാജി N കരുണിന്. മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കാണ് 2023 പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചത്. ഈ വർഷത്തെ IFFK ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ഹോങ്കോങ് സംവിധായികയും നടിയുമായ ആൻ ഹ്യൂയിക്ക്. കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം ഓൾ വി ഇമാജിൻ അസ് ലൈറ്റിൻ്റെ സംവിധായക പായൽ കപാഡിയയ്ക്ക്. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി PhD പ്രവേശനം നേടുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ എന്ന ചരിത്രമെഴുതി ഋഷിത ഋതു. രണ്ടാമത് KT കൃഷ്ണവാര്യർ പുരസ്കാരം പ്രൊഫസർ M ലീലാവതിക്ക്. തോപ്പിൽ ഭാസി ഫൗണ്ടേഷൻ തോപ്പിൽ ഭാസി അവാർഡ് പെരുമ്പടവം ശ്രീധരന്. ഇക്കൊല്ലത്തെ ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം ചിലിയുടെ മുൻ പ്രസിഡൻറ്റും മനുഷ്യാവകാശ പ്രവർത്തകയുമായ മിഷേൽ ബാച്ചലയ്ക്ക്. 5 ലക്ഷം രൂപയുടെ GD ബിർള അവാർഡ് ഫോർ സയൻറ്റിഫിക് റിസർച്ച് പ്രൊഫസർ സുബി ജേക്കബ് ജോർജ് അർഹനായി. കലാനിധി സെൻറ്റർ ഫോർ ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ട്രസ്റ്റിൻ്റെ കലാനിധി പുരസ്കാരങ്ങൾ കവി പ്രഭാ വർമ്മയ്ക്കും രവി മേനോനും. സിസ്റ്റർ ബനീഞ്ഞ സാംസ്കാരിക സമിതിയുടെ ബനീഞ്ഞ പുരസ്കാരം പെരുമ്പടവം ശ്രീധരന്. ഇന്ത്യയുടെ ധുമ്മരാജു ഗുഗേഷ് ലോക ചെസ് ചാമ്പ്യൻ. ചെസ് ലോക ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവും വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക ചാമ്പ്യനാകുന്ന ആദ്യ ഇന്ത്യൻ താരവുമാണ് D ഗുഗേഷ്. ഇപ്പോൾ 18ാമത് ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ 18ാമത്തെ ലോക ചെസ് ചാമ്പ്യനാണ്. 18ാമത്തെ വയസ്സിൽ 18ാമത്തെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടമാണ് ഈ ഗുഗേഷ് ധുമ്മരാജുവിന് ലഭിച്ചത്. ഒളിമ്പ്യാഡിലെ ഗോൾഡ് മെഡലും ഗുഗേഷിന് തന്നെയായിരുന്നു ലഭിച്ചത്. ഒളിമ്പ്യാഡിൽ ഇന്ത്യക്ക് വുമൻസ് വിഭാഗത്തിലും ഓപ്പൺ വിഭാഗത്തിലും ഗോൾഡ് മെഡൽ ചെസ് ഒളിമ്പ്യാഡിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു. കാൻഡിഡേറ്റ്സ് ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവും D ഗുഗേഷ് തന്നെയായിരുന്നു. ചെറുതുരുത്തി കഥകളി സ്കൂളിൻ്റെ P കുഞ്ഞിരാമൻ നായർ സ്മാരക കളിയച്ചൻ പുരസ്കാരം MPS നമ്പൂതിരിക്കും MP സുരേന്ദ്രനും. മലയാളിയായ സഹറു നുസൈബ കണ്ണനാരിയുടെ ക്രോണിക്കിൾ ഓഫ് ആൻ അവർ ആൻഡ് എ ഹാഫ് എന്ന ഇംഗ്ലീഷ് നോവലിന് ഈ വർഷത്തെ ക്രോസ്വേർഡ് അവാർഡ് പ്രശസ്ത ഇംഗ്ലീഷ് എഴുത്തുകാരൻ അമിതാവ് ഘോഷ്, മലയാളികളായ ഇംഗ്ലീഷ് എഴുത്തുകാരൻ രാധാകൃഷ്ണൻ പിള്ള, ജയശ്രീ കളത്തിൽ, സന്ധ്യ മേരി എന്നിവർക്കും പുരസ്കാരങ്ങളുണ്ട്. ഒഡീഷയിലെ ഭരതമുനി ഫൗണ്ടേഷൻ കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കായി ഏർപ്പെടുത്തിയ ഭരതമുനി ദേശീയ പുരസ്കാരം സൂര്യ കൃഷ്ണമൂർത്തിക്ക്. 2023 ലോകകപ്പ് ഫുട്ബോളിന് സൗദി അറേബ്യ വേദിയാകും. T20 ക്രിക്കറ്റിൽ 28 പന്തിൽ സെഞ്ചുറി തികച്ച് ഇന്ത്യക്കാരൻ്റെ വേഗമേറിയ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തമാക്കി ഉർവിൽ പട്ടേലും അഭിഷേക് ശർമ്മയും. ടെസ്റ്റ് ക്രിക്കറ്റിൽ രാജ്യത്തിനായി 9000 റൺസ് തികയ്ക്കുന്ന ആദ്യ ബാറ്റർ എന്ന റെക്കോർഡ് സ്വന്തമാക്കി ന്യൂസിലൻഡിൻ്റെ കെയ്ൻ വില്യംസൺ. സയ്യിദ് മോദി ബാഡ്മിൻ്റൺ സൂപ്പർ സീരീസ് ടൂർണമെൻറ്റിൽ കിരീടം ചൂടി ഇന്ത്യൻ താരങ്ങളായ PV സിന്ധുവും ലക്ഷ്യ സെന്നും. വനിതാ ഡബിൾസിൽ മലയാളി താരം ട്രീസ ജോളിയും ഗായത്രി ഗോപിചന്ദും ചേർന്ന സഖ്യവും ജേതാക്കളായി. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ICC
ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ. അധ്യക്ഷനായി ഇന്ത്യയുടെ ജയ് ഷാ ചുമതലയേറ്റു. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ട്വൻ്റി ക്രിക്കറ്റിൽ സിക്കിമിനെതിരെ 20 ഓവറിൽ 349 റൺസ് നേടി ഏറ്റവും ഉയർന്ന സ്കോർ കുറിച്ച് റെക്കോർഡിട്ട് ബറോഡ ടീം. ഗാംബിയയ്ക്കെതിരെ സിംബാബ്വെ 20 ഓവറിൽ 344 റൺസ് എടുത്ത റെക്കോർഡ് പഴങ്കഥയായി. ഈ വർഷത്തെ മികച്ച വനിതാ ടെന്നീസ് താരമായി ബെലറൂസിൻ്റെ ആര്യാന സെബലങ്ക തിരഞ്ഞെടുക്കപ്പെട്ടു. ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന പ്രസിഡന്റ് കപ്പ് ചെസ്സിൽ മലയാളി താരം നിഹാൽ സരീന് കിരീടം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി സഞ്ജയ് മൽഹോത്രയെ നിയമിച്ചു. മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫഡ്നാവിസ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ജാരദ് ഐസക്മാനെ നാസയുടെ പുതിയ മേധാവിയായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാമനിർദ്ദേശം ചെയ്തു. മുഹമ്മദ് അൽ ബഷീറിനെ സിറിയയുടെ ഇടക്കാല പ്രധാനമന്ത്രിയായി നിയമിച്ചു. കാലാവസ്ഥാ പ്രവചനം മെച്ചപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് മിഷൻ മൗസും. ചെന്നൈയിലും പുതുച്ചേരിയിലും ദുരിതം വിതച്ച് ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ്. 2 വ്യത്യസ്ത പേടകങ്ങൾ 2 തവണയായി വിക്ഷേപിച്ച് ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡെക്സ് സാങ്കേതികവിദ്യ പരീക്ഷിക്കാൻ സജ്ജമായി ഇന്ത്യ. അതായത് സ്പേസ് ഡോക്കിംഗ് സാങ്കേതികവിദ്യ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സജ്ജമായത് ഇന്ത്യ. അതായത് 2 വ്യത്യസ്ത പേടകങ്ങൾ ഒരുമിച്ച് ഡോക്ക് ചെയ്യുന്ന കൂട്ടിയോജിക്കുന്ന ആ ഒരു സാങ്കേതികവിദ്യ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ സജ്ജമായിരിക്കുന്നത്. ISROയുടെ വാണിജ്യ ബഹിരാകാശ ദൗത്യമായ പ്രോബ 3 വിക്ഷേപണം വിജയകരം. സൂര്യൻ്റെ ഏറ്റവും ചൂടേറിയതും പുറമേയുള്ള പ്രഭാവലയമായ കൊറോണ പാളിയെപ്പറ്റിയുള്ള പഠനം ലക്ഷ്യമിടുന്നതാണ് പ്രോബ 3 ദൗത്യം. നാവികസേനയുടെ പുതിയ യുദ്ധക്കപ്പലായ INS തുഷീൽ കമ്മീഷൻ ചെയ്തു. ഗർഗ എന്നു പേരുള്ള കമിക്കാസി ഇനത്തിൽപ്പെട്ട അത്യാധുനിക ചാവേർ ഡ്രോൺ വികസിപ്പിച്ച് ഇന്ത്യൻ സൈന്യം. ഗർഗ എന്ന് പറയുന്ന ഇതൊരു ചാവേർ ഡ്രോണാണ്. ഇന്ത്യൻ സൈന്യം വികസിപ്പിച്ച കമിക്കാസി ഇനത്തിൽപ്പെടുന്ന ഡ്രോണാണിത്. ഗൂഗിൾ വികസിപ്പിച്ച പുതിയ അതിവേഗ കമ്പ്യൂട്ടർ ചിപ്പാണ് വില്ലോ. പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിലിന് ഐക്യരാഷ്ട്രസഭ പരിസ്ഥിതി പരിപാടിയുടെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം. പതിമൂന്നാം ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി ചലച്ചിത്ര പുരസ്കാരം നിവേദിത ബാനർജി സംവിധാനം ചെയ്ത ഇന്ത്യൻ ചിത്രമായ ദ കുംബയ സ്റ്റോറിക്ക്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ടൈം മാസിക 2024 പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തു. ഏറ്റവും നൂതനമായ നിർമ്മിത ബുദ്ധി മാതൃക ജെമിനി 2.0 പുറത്തിറക്കി ഗൂഗിൾ. കർണാടക മുൻ മുഖ്യമന്ത്രിയും മുൻ കേന്ദ്ര വിദേശകാര്യമന്ത്രിയുമായിരുന്ന SM കൃഷ്ണ അന്തരിച്ചു. നിരൂപകനും ചരിത്ര പണ്ഡിതനും അധ്യാപകനുമായ ചെമ്പുകാവ് പ്രൊഫസർ MR ചന്ദ്രശേഖരൻ അന്തരിച്ചു. പുതുച്ചേരി മുൻ മുഖ്യമന്ത്രി MDR രാമചന്ദ്രൻ അന്തരിച്ചു.